നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകം അതീവ ഭീതിയിലാണ്. ഫെബ്രുവരി 28-ന് ഇസ്രയേൽ US സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതോടെ തുടങ്ങിയ അശാന്തി ആഗോള എണ്ണ വിപണിയും സുരക്ഷയെയും തകിടം മറിച്ചിരിക്കുകയാണ്. ഖമനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ മോജ്തബ ഖമനി ഇറാന്റെ പരമോന്നത നേതാവായി അധികാരമേറ്റു. പിതാവിന്റെ വധത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച മോജ്തബയുടെ കീഴിൽ ഇറാൻ ഇതുവരെ ഇസ്രയേലിന് നേരെ 29 തവണയാണ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞത്. ഇസ്രയേലിലെ പ്രധാന നഗരങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഖമനിയുടെ വസതിയുടെ കൃത്യമായ ലൊക്കേഷൻ മൊസാദ് കണ്ടെത്തിയത് സംബന്ധിച്ച ദുരൂഹതകളും തുടരുന്നുണ്ട്. ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പല്ലിൽ ട്രാക്കിംഗ് ചിപ്പുകൾ ഘടിപ്പിച്ച ഓപ്പറേഷൻ ടൂത്ത് ഫെയറി ഉൾപ്പെടെയുള്ള വിചിത്രമായ വാദങ്ങളൊക്കെയാണ് ഇപ്പോൾ സജീവമാകുന്നത്. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ വരെ ഹാക്ക് ചെയ്ത് മൊസാദ് വിവരങ്ങൾ ചോർത്തിയതായാണ് സൂചനകൾ. ഓപ്പറേഷൻ ടൂത്ത് ഫെയറി ഖമനിയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിലേക്ക് മൊസാദ് നുഴഞ്ഞു കയറിയത് ദന്ത ഡോക്ടർമാരുടെ വേഷത്തിലാണ്. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പല്ലിലെ കേടുപാടുകൾ തീർക്കുന്നതിനിടയിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ ട്രാക്കിംഗ് ചിപ്പുകൾ പല്ലിനുള്ളിൽ ഘടിപ്പിച്ചുവെന്നാണ് സൂചന. ഈ ചിപ്പുകൾ പുറത്തുവിടുന്ന സിഗ്നലുകൾ ഖമനിയുടെ സഞ്ചാരപഥം കൃത്യമായി ഇസ്രയേൽ കമാൻഡ് സെന്ററുകളിൽ എത്തിച്ചു. വർഷങ്ങളായി ടെഹ്റാൻ നഗരം ഇസ്രയേലിന്റെ കണ്ണുകൾക്ക് കീഴിലായിരുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ട്രാഫിക് ക്യാമറകളും മൊസാദ് ഹാക്ക് ചെയ്തിരുന്നു. ഖമനിയുടെ അംഗരക്ഷകർ, അവരുടെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ, അവർ പതിവായി പോകുന്ന വഴികൾ എന്നിവ ഇസ്രയേൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നിരീക്ഷിച്ചു. ഇതിനു പുറമെ ഇറാനികൾ ഉപയോഗിക്കുന്ന ബാധ്യസഭ പ്രാർത്ഥന ആപ്പിലൂടെ ലക്ഷക്കണക്കിന് ഫോണുകളിലേക്ക് മൊസാദ് വൈറസുകൾ പടർത്തിയിരുന്നതായും സംശയിക്കുന്നു. ആക്രമണം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഖമനിയുടെ വസതിയിൽ നിന്ന് ഇസ്മായിൽ ഖാനി പുറത്തുപോയത് വലിയ സംശയങ്ങൾക്കാണ് ഇടയാക്കിയത്. അദ്ദേഹം മൊസാദിന് വിവരം നൽകിയോ, അതോ അദ്ദേഹത്തെ ഇസ്രായേൽ അറിയാതെ ഒരു ട്രാക്കറായി ഉപയോഗപ്പെടുത്തിയതാണോ? ഖാനി ഇപ്പോൾ എവിടെ എന്ന ചോദ്യത്തിന് പോലും ഇറാന്റെ പക്കൽ ഉത്തരമില്ല. വിശ്വസ്തർ പോലും ചതിക്കുന്നുവെന്ന തോന്നൽ ഇറാൻ ഭരണകൂടത്തെ തളർത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് 1:15 ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയായ ബൈത്തൽ റഗ്ബയ്ക്ക് മുകളിൽ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയിരുന്നു. എന്നാൽ ആകാശത്ത് മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത ഇസ്രയേലിന്റെ സ്റ്റെൽത്ത് ഡ്രോണുകൾ. തന്റെ വസതിക്കുള്ളിൽ ഖമനി പ്രാർത്ഥനയിലായിരുന്നു. പുറത്ത് ആയിരക്കണക്കിന് അംഗരക്ഷകർ. പക്ഷെ മരണം അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിരുന്നു എന്ന സത്യം ആരും പറഞ്ഞില്ല. ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഒരു ചെറിയ ദന്ത പരിശോധനയായിരിക്കാം അതായിരിക്കാം ഇറാന്റെ വിധി കുറിച്ചതും. മൊസാദ് നുഴഞ്ഞുകയറ്റക്കാർ ദന്ത ഡോക്ടർമാരുടെ വേഷം കെട്ടി ഖമനിയുടെ വിശ്വസ്തരുടെ ഇടയിലേക്കെത്തി. ഒരു ചെറിയ ഫില്ലിങ്ങിനിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പല്ലിനുള്ളിൽ അവർ സ്ഥാപിച്ചത് ലോകത്തിലെ ഏറ്റവും ചെറിയ സെൻസറുകൾ. ഖമനി ആരെയൊക്കെ കാണുന്നു, എവിടെ ഇരിക്കുന്നുവെന്ന ഈ ചിപ്പുകൾ സാറ്റലൈറ്റ് വഴി തെല്ലവീവിലേക്ക് സന്ദേശം അയച്ചുകൊണ്ടിരുന്നു. ഖമനി സുരക്ഷിതനാണെന്ന് കരുതിയ ഭിത്തികൾ പോലും ആ നിമിഷം ചാരക്കണ്ണുകളായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. ടെഹ്റാനിലെ 19,000 ട്രാഫിക് ക്യാമറകൾ ഒരു സ്വിച്ചിട്ട വേഗതയിൽ മൊസാദ് നിയന്ത്രണത്തിലാക്കി. ഖമനിയുടെ വസതിയിലേക്ക് വന്ന ഓരോ വാഹനവും ഓരോ വ്യക്തിയും സ്കാൻ ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭക്ഷണം എത്തിക്കുന്നവർ മുതൽ വിശ്വസ്തനായ ഇസ്മായിൽ ഖാനി വരെ നിരീക്ഷണത്തിലായിരുന്നു. ആപ്പിൾ വാച്ചുകളും പ്രാർത്ഥന ആപ്പുകളും വരെ ഖമനിയുടെ ഹൃദയമിടിപ്പ് പോലും ചോർത്തു നൽകുന്ന ഉപകരണങ്ങളായി മാറി. ഉച്ചയ്ക്ക് 2:05 വസതിയിൽ നിന്ന് ഇസ്മായിൽ ഖാനി ധൃതിയിൽ പുറത്തു പോകുന്നു. കൃത്യം 2 മിനിറ്റിനുള്ളിൽ ആകാശത്ത് നിന്ന് 3 മിസൈലുകൾ ശബ്ദവേഗതയെ മറികടന്ന് താഴേക്ക് പതിച്ചു. ഒരു വൻ സ്ഫോടനം. പൊടിപടലങ്ങൾക്കിടയിൽ ഇറാന്റെ ആത്മീയ സൂര്യൻ അസ്തമിച്ചു. ആരാണ് വിവരം നൽകിയത്? പല്ലിലെ ചിപ്പോ, ഹാക്ക് ചെയ്യപ്പെട്ട ക്യാമറകളോ, അതോ ഏറ്റവും അടുത്ത വിശ്വസ്തരോ? ഉത്തരം ലഭിക്കാത്ത നിഗൂഢതയെ ആ ചോദ്യം അവശേഷിക്കുകയാണ്. ചാരക്കണ്ണുകളുടെ ആഴം ഇറാനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഖമനിയെ പോയി, പകരം മകൻ മുജ്തബ വന്നു. പക്ഷേ മൊസാദിന്റെ ചിപ്പുകൾ ഇനിയും ആരുടെയൊക്കെ ശരീരത്തിലുണ്ട്. ചാരന്മാർ ഇനിയും ഭരണകൂടത്തിനുള്ളിലുണ്ടോ? യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. ചതിയുടെയും പ്രതികാരത്തിന്റെയും ഈ യുദ്ധം ലോകത്തെ എങ്ങോട്ടേക്കായിരിക്കും നയിക്കുക? ചാരന്മാർ ഇനിയും ഭരണകൂടത്തിനുള്ളിലുണ്ടോ? ഈ ചോദ്യം ഇനി ഇറാന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഖമനിയുടെ ഏറ്റവും അടുത്ത സുരക്ഷാ വലയമായ അൻസാർ അൽ മഹ്ദി യൂണിറ്റിൽ പോലും മൊസാദ് സ്വാധീനം ചെലുത്തി. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഖമനിയുടെ ഭക്ഷണക്രമവും മരുന്നുകളും വരെ ഇസ്രായേൽ നിരീക്ഷിച്ചിരുന്നു. കൊട്ടാരത്തിനുള്ളിലെ ഏതോ വിശ്വസ്തൻ ധരിച്ച സ്മാർട്ട് വാച്ചിലൂടെ ഖമനിയുടെ സംസാരങ്ങൾ തെല്ലവീവിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തത്സമയം കേട്ടിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നുണ്ട്. പിതാവിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ മുജ്തബ ഖമനി ഭയപ്പെടുന്നത് ഇസ്രായേലിലെ മിസൈലുകളെയല്ല, മറിച്ച് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ പല്ലിലെ ചിപ്പുകളെയും കൈത്തണ്ടയിലെ വാച്ചുകളും ഒക്കെയാണ്. ഓപ്പറേഷൻ ടൂത്ത് ഫെയറി അവസാനിച്ചിട്ടില്ല. ഓരോ ഉന്നത ഉദ്യോഗസ്ഥനും ഇന്ന് ഓരോ ചാരനാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ഇറാൻ തിരിച്ചറിയുന്നത്. ടെഹ്റാനിലെ ഭരണകൂടത്തിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു ശുദ്ധീകരണമാണ്. നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യപ്പെടുന്നു. പലരും അപ്രത്യക്ഷരാകുന്നു. ചതിയുടെയും പ്രതികാരത്തിന്റെയും ഈ യുദ്ധം ലോകത്തെ എങ്ങോട്ടേക്ക് നയിക്കും? ഹോർമോസ് കടലിടുക്കിൽ കത്തിയെരിയുന്ന എണ്ണക്കപ്പലുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ചരമഗീതമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല,
അമേരിക്കയും റഷ്യയും ചൈനയും ഈ യുദ്ധക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ഒരു തെറ്റായ നീക്കം മതി ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അഗ്നിയിലേക്ക് വീഴുവാൻ. ഖമനയുടെ മരണം ഇറാനെ തളർത്തുമെന്ന ഇസ്രയേലിലെ കണക്കുകൂട്ടലൊക്കെ തെറ്റുകയായിരുന്നു. പിതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച മുജ്തബ ഖമനയി ഇറാന്റെ സൈനിക നയങ്ങളിൽ വരുത്തിയ മാറ്റം ലോകത്തെ ഞെട്ടിച്ചു. ഇനി പ്രതിരോധമില്ല, ആക്രമണം മാത്രമെന്ന അദ്ദേഹത്തിന്റെ നയം പശ്ചിമേഷ്യയെ ഒരു ചുടുകാടാക്കി മാറ്റുകയാണ്. ടെഹ്റാനിലെ ഭൂഗർഭാറകളിൽ നിന്ന് ഇസ്രയേലിലെ സിറ്റികളിലേക്ക് മിസൈൽ പ്രവഹിക്കുവാൻ തുടങ്ങി. പല്ലിലെ ചിപ്പുകൾ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. മൊസാദ് ഇപ്പോൾ ഇറാനിലെ സാധാരണക്കാരുടെ ഫോണുകളിലേക്ക് വരെ നുഴഞ്ഞു കയറി. ബാദിസഭ പ്രാർത്ഥന ആപ്പിലൂടെ ഭരണകൂടം വിരുദ്ധ സന്ദേശങ്ങൾ അയക്കുകയും തെറ്റായ സൈനിക നിർദ്ദേശങ്ങൾ നൽകിയും ഇറാനെ ഉള്ളിൽ നിന്ന് തകർക്കുവാൻ സൈബർ യുദ്ധം മുറുക്കുന്നു. ഇതിനിടെ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾക്ക് നേരെ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ഡ്രോൺ ആക്രമണങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിലെന്ന് ആർക്കും നിശ്ചയമില്ല. മാസങ്ങൾക്ക് മുൻപ് ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചിരുന്നു. സുരക്ഷിതമെന്ന് കരുതി ഉപയോഗിച്ചിരുന്ന ചെറിയ ആശയവിനിമയ ഉപകരണങ്ങൾ ഓരോന്നും ഓരോ ബോംബുകളായി മാറുകയായിരുന്നു. മൊസാദ് ഈ പേജറുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അതിനുള്ളിൽ അതിസൂക്ഷ്മമായ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചു. ഒരു ചെറിയ മെസ്സേജിലൂടെ ആ ഉപകരണങ്ങളെല്ലാം ഒരേ നിമിഷം പൊട്ടിത്തെറിച്ചപ്പോൾ ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. പേജർ ആക്രമണം ഒരു പരീക്ഷണമായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എങ്ങനെ ശത്രുവിനെ കൊല്ലാനുള്ള ആയുധമാക്കാമെന്നതിന്റെ തെളിവ്. അന്ന് പേജറുകളിൽ തുടങ്ങിയ മൊസാദ് ഇന്ന് ഖമനയുടെ ശരീരത്തിനുള്ളിൽ ചിപ്പുകളിൽ എത്തി നിൽക്കുന്നു. അവർ ഉപയോഗിക്കുന്ന ഫോൺ, അവർ ഉപയോഗിക്കുന്ന കയ്യിലെ വാച്ച്, എന്തിന് അവരുടെ ശരീരത്തിൽ ദന്തസംരക്ഷണ കവചങ്ങൾ പോലും ഒരു ഇസ്രയേൽ മിസൈലിനെ അവരുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുവാൻ കെൽപ്പുള്ളവയാണ്. ഡിജിറ്റൽ ലോകത്ത് ഒളിച്ചിരിക്കുവാൻ ഒരിടവുമില്ല എന്ന സത്യം ഈ യുദ്ധം കൂടെ നമുക്ക് കാട്ടിത്തരികയാണ്. ഈ പേജർ ആക്രമണത്തോടെയാണ് ഇറാന്റെ സുരക്ഷാ വലയങ്ങളിൽ വിള്ളലുകൾ വീണു തുടങ്ങിയത്. അന്ന് തുടങ്ങിയ ഭീതിയാണ് ഖമനയുടെ വസതിയിൽ വരെ എത്തിയത്. യുദ്ധം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകം വിറയ്ക്കുകയാണ്. ഹോർമൂസ് കടലിട കടഞ്ഞു കിടക്കുന്നു. എണ്ണവില നിയന്ത്രണാതീതമായി കുതിക്കുന്നു. ഇത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ആഗോളക്രമത്തിന്റെ തകർച്ചയാണ്. ചാരക്കണ്ണുകൾ ഇനി ആരുടെ ശരീരത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്? അടുത്ത സ്ഫോടനം എവിടെയാകും? അദൃശ്യനായ ശത്രുവിനെതിരെ എങ്ങനെ പോരാടും? ഇറാൻ ഇന്ന് അനാഥമല്ല. മുജ്തബ ഖമനയി എന്ന പുതിയ കരുത്തൻ അധികാരമേറ്റു കഴിഞ്ഞു. ഖമനയുടെ മരണം ഒരു യുദ്ധത്തിന്റെ അന്ത്യമല്ല, മറിച്ച് മറ്റൊരു ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണ് എന്ന് കാലം തെളിയിക്കും. സമാധാനം എന്നത് ഈ മണലാരണ്യത്തിൽ ഇനിയൊരു വിദൂര സ്വപ്നം മാത്രമാണോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്.